Hello everyone, welcome to today's session on articles. The topic articles is relatively a short, simple but important topic in grammar. But its simplicity makes it more prone to making mistakes in the examination. So, in this session, we will learn the various nuances while using articles, thus ensuring a quick and easy way to score marks in the exam. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും അതേപോലെ തന്നെ എക്സാമിന് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആർട്ടിക്കിൾസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The definition of articles. An article is a word used to modify a noun which is a person, place, object or idea. Technically, an article is an adjective which is any word that modifies a noun. Usually, adjectives modify nouns through description, but articles are used instead to point out to refer to nouns. So, in short, we can say that articles are used to point out or refer to particular nouns. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മെയിൻലി 3 ആർട്ടിക്കിൾസ് ആണുള്ളത്: എ, ആൻഡ്, ദ. അതിൽ എ ആൻഡ് ആൻ എന്നതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും ദ എന്ന വേർഡിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുമാണ് പറയുന്നത്. ആർട്ടിക്കിൾസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു ആസ് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. നൗ ലെറ്റ്സ് സീ ഈച്ച് വൺ ഓഫ് ദം in detail. Definite article. The word definite means to be clear, exact or obvious about something. A definite article is called so because it is used in relation to a particular thing or person. The is the definite article in English which is used to refer to particular nouns, the identities of which are known. The definite article indicates that the noun is specific. The speaker talks about a particular thing. The examples are: the cat sat on the couch. The dog attacked me and ran away. Here, the article the is used to refer to particular nouns cat and dog. Now, let's look into the next type of article, which is indefinite article. The word indefinite means something which is not clear, obvious or exact. It is called indefinite because the identity of the thing or person being spoken about is left unclear or indefinite. It indicates that the noun is not someone or something in particular. The speaker talks about any one of that types of things. The indefinite articles in English are a and an. The examples for indefinite articles: do you have a pencil? I want to have an apple. ഇതുവരെ നമ്മൾ ഒരു ആർട്ടിക്കിളിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും അത് 2 ടൈപ്സ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ആ ആർട്ടിക്കിൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിലേക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സെൻറ്റൻസിലേക്ക് ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില റൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എ ആൻഡ് ആൻ. അപ്പോൾ ഇത് ഒരു സെൻറ്റൻസിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. ദാറ്റ് ഈസ് എ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ബിഗിനിങ് വിത്ത് എ കൺസണന്റ് സൗണ്ട് ആൻഡ് ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് സൗണ്ട്സ് ഉണ്ട്: വവൽസ് ആൻഡ് കൺസണൻസ്. വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ, ഇ, ഐ, ഒ, യു. ബാക്കിയെല്ലാം കോൺസണന്റ് സൗണ്ട്സ് ആണ്. സോ ഈ വവൽ സൗണ്ട്സ് വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലെല്ലാം ആൻ എന്നും കോൺസണന്റ് സൗണ്ട്സ് വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലെല്ലാം എ എന്നും ആഡ് ചെയ്യണം. അതിന് എക്സാമ്പിൾസ് ആണ്. കോൺസണന്റ് സൗണ്ട് വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ എ ഉപയോഗിക്കണം. എക്സാമ്പിൾസ്: എ മാൻ, എ ലാമ്പ്, എ ക്യാറ്റ്. വേറസ് വവൽ സൗണ്ട്സിലേക്ക് വരുമ്പോൾ ആൻ ആപ്പിൾ, ആൻ ഇറേസർ ആൻഡ് ആൻ അംബ്രല്ല. Now the next rule is a or an should agree with the first sound in the adjectives or the adverb adjective combination which stands before a noun. ഇതിനുള്ള എക്സാമ്പിൾ ആണ് an 80-year-old man, a golden necklace, a pretty girl. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മളൊരു റൂള് പഠിച്ചു. ഈ വേർഡ്സ് തുടങ്ങുന്നത് വവൽ കൺസണന്റ് സൗണ്ട് വെച്ചാണെങ്കിൽ നമുക്ക് അതിന് മുന്നിൽ എ ഓർ ആൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന്.
ഇനി ഇതിൽ ഒരു എക്സെപ്ഷൻ എന്നല്ല, നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വേർഡ്സിന് സ്റ്റാർട്ടിങ് ലെറ്റർ വെച്ചല്ല ഒരിക്കലും നമ്മൾ എ ആണോ ആൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്കിൻ്റെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഓരോ വേർഡ്സും പ്രൊനൗൺസ് ചെയ്യുന്ന ആ രീതി വെച്ചിട്ടാണ്. അതിന് എക്സാമ്പിളാണ് എ യൂറോ, എ യൂണിവേഴ്സിറ്റി. ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ആ യൂറോ എന്ന വാക്ക് തുടങ്ങുന്നത് ഈ വെച്ചിട്ടാണ്. ആൻഡ് വിച്ച് അക്കോർഡിംഗ് ടു അവർ റൂൾ അവിടെ അപ്പോൾ ആനാണ് വരേണ്ടത്, ബിക്കോസ് ഈ ഒരു വവൽ സൗണ്ടാണ്. പക്ഷേ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ യൂറോ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരു യ എന്നൊരു സൗണ്ടാണ് വരുന്നത്, വിച്ച് ഇസ് എ കൺസണന്റ് സൗണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ എ എന്ന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്കിൻ്റെ കേസിലും. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യ എന്ന സൗണ്ടാണ് ആദ്യം വരുന്നത്, വിച്ച് ഇസ് എ കൺസണന്റ് സൗണ്ട്. അതുകൊണ്ടാണ് അതിനു മുന്നേ നമ്മൾ എ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ആൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആൻ അവർ, ആൻ എഫ്, ആൻ എയ്റ്റ്, ഇതാണ് എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻ അവർ എന്ന് പറയുമ്പോൾ അവർ എന്ന വാക്ക് തുടങ്ങുന്നത് എച്ച് വെച്ചാണെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വി സേ ഇറ്റ് ആൻ അവർ. അപ്പോൾ നമുക്കൊരു ആ എന്നൊരു സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേർഡ്സിന് മുന്നിൽ ആൻ ഉപയോഗിക്കുന്നത്. ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ എഫ്, ആൻ എയ്റ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. സോ ടിൽ നൗ നമ്മൾ എ ആൻഡ് ആൻ എന്നുള്ളതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള യൂസേജസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ജനറലി ദ യൂസേജ് ഓഫ് ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. First one, with names of jobs. Example, Jyoti is a doctor. With identities, nationalities and religions in the singular. Example, John is an Englishman. Third one is when referring to a day of the week. An example ആണ് I was born on a Thursday. Next point, with singular nouns after the words what and such. Example, what a lovely day. Next one, to refer to an example of something. Example, the mouse had a tiny nose. Next one, referring to people when there is vagueness. Example, Mr. Gupta is going to come. Next one, when referring to a single object or a single unit of measure. Example, I'd like an orange and 2 lemons, please. Next one, when a singular countable noun represents a class of things, persons or animals. Example, a son should be obedient. Next point, to make certain uncountable nouns to make them countable. Example, I have a slice of cake. Next, let's look into the usage of the definite article the. The definite article is the word the. It is used before a noun to specify it as something previously considered. Now let's see when to use the. The first point is use the after you have talked about it the first time. An example, this is a dog and the dog is brown. So in the first sentence we are just saying that this is a dog, but in the second sentence we are specifying that we are referring to the earlier dog. That is why we used the article the here. Then the second point is use the when the person you are talking to already knows what you are talking about. Examples, I am going to the bank. Next example, there is someone knocking at the door. It must be the computer repairman. Third point, use the when you talk about general places in nature like the lake, the mountains, the ocean, the beach, etc. Examples, let's go to the beach. I love to camp in the mountains. Fourth point, use the when you are talking about something that there is only one of and everyone knows about it. Example, the sky, the earth, the stars. So these are considered to be a group. So the examples are, how many people are there on the earth? The sky is so beautiful today. അടുത്തതായി നമ്മളൊരു സ്പെഷ്യൽ കേസാണ് കാണാൻ പോകുന്നത്. അതായത് ഹൗ ടു യൂസ് ദ ഇൻ ദ കേസ് ഓഫ് സർട്ടൻ ജോഗ്രഫിക്കൽ ടേംസ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചില ജോഗ്രഫിക്കൽ ടേംസ് വരുമ്പോൾ എവിടെയൊക്കെ ദ ഉപയോഗിക്കരുത് എന്ന് കാണാം. Let's see when not to use the before some words. First one is names of most countries or territories like India, Brazil, Canada.
However, the Netherlands, and exemptions are the Netherlands, the Dominican Republic, the Philippines, and the United States. Then, names of cities, towns, or states. ടൊറൻറ്റോ, ഡൽഹി, സാവോ പോളോ ഇങ്ങനെയുള്ള സിറ്റീസ് ടൗൺസിൻ്റെയോ ഇതിന് മുന്നേ നമ്മൾ ദ ഉപയോഗിക്കില്ല. ബിഫോർ നെയിംസ് ഓഫ് സ്ട്രീറ്റ്സ്, നെയിംസ് ഓഫ് ലീക്സ് ആൻഡ് ബീസ്, നെയിംസ് ഓഫ് മൗണ്ടൻസ്, നെയിംസ് ഓഫ് കോണ്ടിനെൻറ്റ്സ്, നെയിംസ് ഓഫ് ഐലൻഡ്സ്, ഇതിനൊന്നിനും മുന്നിൽ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ദെൻ വേർ ടു യൂസ് ദ ബിഫോർ വേർഡ്സ്. Before names of rivers, oceans or seas like the Ganga, the Indian Ocean. Before we have to use the while referring to points on the globe, that is the equator, the south pole. Then when referring to geographical areas, the southeast, the Asia Pacific. And also we have to use the when referring to the names of deserts, forests and gulfs, and examples are the Kalahari, the Sundarbans. Yes, so now we are moving towards the end of our session. So ഇത്ര നേരം നമ്മൾ എവിടെയൊക്കെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം എന്ന് പഠിച്ചു. ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നോ വെൻ നോട്ട് ടു യൂസ് ദ ആർട്ടിക്കിൾസ്. ചില സെൻറ്റൻസസിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാനേ പാടില്ല, ചില സിറ്റുവേഷൻസിൽ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ, വെൻ വി ടോക്ക് അബൌട്ട് തിങ്സ് ഇൻ ജനറൽ. എക്സാമ്പിൾ, മിൽക്ക് ഈസ് ഗുഡ് ഫോർ യു. അവിടെ മിൽക്ക് ഈസ് ഗുഡ് ഫോർ യു എന്ന് പറഞ്ഞാൽ മാത്രം മതി. മിൽക്കുന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, to talk about sports and games. An example ആണ് let's go and play basketball. Third one, before the names of countries. Example, Japan, France, Italy, etc. പക്ഷേ ഇതിലൊരു എക്സെപ്ഷൻ വരുന്നത് UK, US എന്നീ UAE എന്നീ കൺട്രീസ് ആണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UK, US എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അല്ലേ. യുണൈറ്റഡ് കിങ്ഡം എന്നാണ് പറയുന്നത്. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആയതുകൊണ്ടാണ് ഇതിനൊക്കെ ഈ ഒരു 2-3 കൺട്രീസ് നമ്മൾ എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ബിഫോർ ദ നെയിം ഓഫ് എ ലാംഗ്വേജ്. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനോ ഇംഗ്ലീഷിനോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഫിഫ്ത്ത് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് വെൻ ദേ ആർ ഓൾസോ പ്ലേസ് നെയിംസ്. സിക്സ്ത് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് മീൽസ്. എക്സാമ്പിൾ, ദേ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ടു ഡിന്നർ. Seventh one, before noun plus number. The laboratory is in room 6 on the 3rd floor. And with this, we have reached the end of our session. Thank you all for your patient listening.